ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി. ഫിലിപ്പിയുടെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഇവിടെ പൗലോസ് ഇതിൻ്റെ ഉപസംഹാരത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പൗലോസിനെ നടത്തിയത് കർത്താവാണ്. 13 പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഫിലിപ്പിയ സഭ കൂട്ടായ്മ കാണിച്ചു എങ്കിലും പൗലോസ് പറയുന്നത് തന്നെ ശക്തീകരിക്കുന്ന കർത്താവാണ്. ഇത് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ്, എങ്കിലും കർത്താവാണ് എന്നെ ശക്തീകരിക്കുന്നെങ്കിലും എന്നെ നടത്തുന്നെങ്കിലും മറ്റു സഹോദരന്മാർ പൗലോസിന്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് പൗലോസ് വളരെ നന്നായി എന്ന് പറയുകയാണ്. അതിനെ അനുമോദിക്കുകയാണ്. അതിനുള്ള തനിക്ക് ഉള്ള നന്ദി, തൻ്റെ ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആ കൂട്ടായ്മയെ പൗലോസ് മാനിക്കുകയാണ്. എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഇവിടെ പൗലോസിനെ സാമ്പത്തികമായി ഫിലിപ്പിയ സഭ സഹായിച്ചപ്പോൾ ആ സഭ ചെയ്ത ഒരു കാര്യം, കഷ്ടതയിലായിരിക്കുന്ന ആ പൗലോസിനോടും കൂട്ടുപ്രവർത്തകരോടും അവരുടെ കഷ്ടതയിൽ പങ്കുകൊള്ളുകയാണ്, അവരുടെ കഷ്ടത പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് ലഘൂകരിക്കുകയാണ്. എന്നാൽ സന്തോഷം എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ നന്മ എന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുകയാണ്. കഷ്ടതയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുചേരുമ്പോൾ, അവരുടെ കഷ്ടതയിൽ നാം ഒരു പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കഷ്ടതയെ നാം കുറയ്ക്കുകയാണ്. ആ കഷ്ടതയുടെ ഒരു പങ്ക് നമ്മൾ വഹിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഫിലിപ്പിയിലെ ദൈവസഭ പൗലോസിന്റെ കഷ്ടതയിൽ പങ്കുവഹിച്ചപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ ഒരു പങ്കുവഹിക്കുകയാണ്. പൗലോസിന്റെ ശുശ്രൂഷ ആർക്കു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. കർത്താവിനോടുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് കഷ്ടം സഹിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? പൗലോസിന് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും അതിന് പ്രതിഫലം ലഭിക്കും. ഈ ഭൂമിയിൽ അനേക ഫലങ്ങളെ പൗലോസ് നേടുവാൻ കഴിയുന്നു. അതുപോലെ നിത്യതയിലും അനേക പ്രതിഫലങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയ വിശ്വാസികൾ പൗലോസിന്റെ ആ കഷ്ടതയിൽ പങ്കുകൊള്ളുമ്പോൾ പൗലോസ് കർത്താവിന് വേണ്ടി നേടിയ നേട്ടങ്ങളിൽ അവർക്കൊരു പങ്കുണ്ട്. മാത്രമല്ല, നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിലും അവർക്കൊരു പങ്കുണ്ട്. ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും മറ്റുള്ളവരുടെ നന്മയിൽ പങ്കുകാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കഷ്ടതയിൽ പങ്കുവയ്ക്കുവാനായിട്ടുള്ള ആഗ്രഹം ദൈവമക്കൾക്കുള്ള ഉണ്ടാകേണ്ടതെന്നാണ്. കാരണം നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കർത്താവുമായിട്ട് നാം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു. അവൻ ആ കഷ്ടതയിൽ നമ്മോടൊപ്പം പങ്കുചേരുകയാണ്. നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും നടത്തുകയും ചെയ്യാം. മറ്റുള്ളവരുടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരോടുള്ള ബന്ധത്തിൽ നാം പങ്കുകൊള്ളുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ കഷ്ടത ലഘൂകരിക്കുന്നത് മാത്രമല്ല, അവർ ദൈവമക്കൾ എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിച്ച നിമിത്തം സഹിക്കുന്ന കഷ്ടതയിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനും നാം പങ്കുകാരായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഷ്ടതയിൽ പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ആ പ്രതിഫലത്തിലും നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഫിലിപ്പിയ സഭ ഒരു
സമ്പന്ന സഭയാണ്. എങ്ങനെ സമ്പന്ന സഭ? പൗലോസിന്റെ ശുശ്രൂഷയിൽ തങ്ങളെ കൊണ്ട് ആവിധമൊക്കെ നൽകുന്ന ഒരു സഭയാണ് സമ്പന്ന സഭ. പ്രിയപ്പെട്ടവരെ, ഒന്നും കൊടുക്കാതെ കർത്താവിന്റെ പേരിൽ പങ്കുവയ്ക്കാതെയാണ് നാമും നമ്മുടെ സഭകളും മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ദരിദ്ര സഭയാണ്. അതിന് കർത്താവിനെ കൊണ്ട് വലിയ പ്രയോജനം കർത്താവിന് ആ സഭയെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സഭകളും നാമും കഷ്ടതയിൽ പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകം ബലപ്പെടുത്തട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വലവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. പൗലോസ് മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടു, അഥവാ ഫിലിപ്പിയിൽ വന്നു. ഫിലിപ്പിയിൽ സഭയുണ്ടായി. ആ ഫിലിപ്പിയ സഭ പൗലോസിനെ ഫിലിപ്പിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പ്രവർത്തനത്തിനായിട്ട് തെസ്സലോനിക്കയിലേക്കും ബരോവയിലേക്കും ഒക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് ആ പൗലോസിന്റെ വരവ് ചെലവ് കാര്യങ്ങൾ, ഇവിടെ ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കണക്കാണ്. വരവും ചെലവും നമുക്കറിയാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. വരവ് ചെലവ് കണക്ക് കൂട്ടുകയാണ്. പൗലോസ് തന്റെ വരവ് ചെലവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ബോധവാനാണ്. താൻ ചെലവാക്കുന്ന ഓരോ പണവും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യത്തോടു കൂടിയാണ് താൻ ചെലവാക്കുന്നത്. അതുപോലെ തനിക്ക് ലഭിക്കുന്ന നന്മകളുടെ കാര്യത്തിലും താൻ വളരെ ഉത്തരവാദിത്വമുള്ളവനാണ്. അതെങ്ങനെയും ചെലവാക്കി ദർബാറിടിച്ച് നശിപ്പിക്കുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു ദൈവദാസനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഫിലിപ്പിയ സഭ പൗലോസിനുള്ള ആത്മാർത്ഥത, കർത്താവിനുള്ള ആത്മാർത്ഥത വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വരവ് ചെലവ് കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ്. പൗലോസിനെ ഭൗതികമായിട്ട് ഫിലിപ്പിയ സഭ സഹായിച്ചപ്പോൾ കർത്താവ് ഫിലിപ്പിയ സഭയെ ആത്മീയമായിട്ട് സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ ദാസന്മാരെ അല്ലെങ്കിൽ ദൈവവേലയിൽ നമുക്ക് ലഭിച്ച നന്മകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ, ദൈവം തരുന്ന ദാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോൾ കർത്താവ് നമ്മളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തും. മാത്രമല്ല, കർത്താവ് നമ്മുടെ പ്രയത്നങ്ങളെ മാനിക്കുന്നവനാണ്. സ്നേഹത്തിന്റെ പ്രയത്നങ്ങളെ മാനിക്കുന്നവനാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തമാണ് നാം മറ്റുള്ളവരെ സഹായിക്കുന്നെങ്കിൽ അതിനെ ഒരിക്കലും കർത്താവ് മറന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. അപ്പോൾ എത്ര പ്രാവശ്യം പൗലോസിന് ഈ സഭ അയച്ചു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ പൗലോസ് വളരെ കൃത്യമായിട്ട് ഓർക്കുകയാണ്. മാത്രമല്ല, പൗലോസിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഫിലിപ്പിയ വിശ്വാസികൾക്കും ആ സഭയ്ക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, കർത്താവിന്റെ വേലക്കാരായിക്കൊള്ളട്ടെ, അല്ലാത്ത നമ്മുടെ സഹോദരന്മാരായിക്കൊള്ളട്ടെ, അവരെക്കുറിച്ച് ഒരു ഭാരവും ബോധ്യവും അവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു സന്നദ്ധതയും ദൈവസഭകൾക്കും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവാത്മാവ് ഈ വിവരം പൗലോസിനെ ഫിലിപ്പിയ സഭ അയച്ച വിധങ്ങൾ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തിനാണ് തന്നിരിക്കുന്നത്? ഫിലിപ്പിയ സഭയോട് പൗലോസിന് നന്ദി പറയുന്നത് മാത്രമല്ല, നമുക്ക് നല്ലൊരു മാതൃക കൂടെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഇക്കാര്യത്തിൽ വന്നുവരിക്കുന്ന പോരായ്മകളും കുറവുകളും കാണുവാനും, ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവരെയും സഹായിപ്പാനും, കഷ്ടതയിൽ കൂട്ടായ്മ കാണിപ്പാനും, പരവ് ചില കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ.